കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്. റോബർട്ട് വാദ്രയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇഡിയുടെ പിടിയിലായി കഴിഞ്ഞു. കോൺഗ്രസ് നേതൃത്വവും വലിയ ആശങ്കയിലാണ്. കാരണം ഇന്ത്യ മുന്നണിയിൽ ആരും പ്രതികരിക്കുന്നില്ല. ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ആർക്കും പ്രതികരിക്കാൻ കഴിയാത്തൊരവസ്ഥ. തികച്ചും കോൺഗ്രസ് നിശബ്ദമാകുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നില്ലേ? ശരിക്കും പ്രതികരിക്കാൻ കഴിയാത്തതല്ല, ഇന്ത്യ മുന്നണിക്കാർ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പച്ച മലയാളത്തിൽ അങ്ങനെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഈ അഴിമതിയിൽ പെട്ടുപോയിരിക്കുന്നത് സോണിയാഗാന്ധി, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, ഒപ്പം റോബർട്ട് വാദ്രയാണ്. അപ്പോൾ റോബർട്ട് വാദ്രയെ ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ കൂടെ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. അപ്പോൾ ഇവർ മൊത്തത്തിൽ ഈ കുടുംബം മൊത്തം ഈ ഒരു അഴിമതി കേസിൽ പെട്ടുപോയി. ഈ അഴിമതി ചെയ്ത ആൾക്കാരെ നമ്മൾ എന്തിനു ചുമക്കണമെന്ന നിലയിലേക്ക് ഇന്ത്യ മുന്നണി മാറി. അതായത് കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് കരുതിയ DMK പോലും ഇതിന് അനുകൂലമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ പോലും തയ്യാറായിട്ടില്ല. അപ്പം വളരെ കൃത്യമായിട്ട് സർക്കാർ കരുക്കൾ നീക്കുന്നു. അന്വേഷണ സംഘം കൃത്യമായിട്ട് ആളുകളെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ED ഇത്തരം ഒരു നിലപാടെടുത്തപ്പോൾ എന്തുകൊണ്ടാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ പ്രതികരിക്കാത്തതെന്നൊരു ചോദ്യം വരുന്നുണ്ട്. കാരണം ED നേരത്തെ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തിന് തൊട്ടു മുമ്പ് വീണ വിജയനെതിരെ വലിയ അന്വേഷണമൊക്കെ ഉണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പ് അവരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു പ്രതീതി വരെ ഉണ്ടായി. അപ്പോൾ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസും CPM ഒന്നിച്ചു നിൽക്കുകയാണ്. എന്നിട്ടും കേരളത്തിൽ വന്ന രാഹുൽ ഗാന്ധി അന്ന് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ED കേരളത്തിൽ നിന്ന് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്, അല്ലെ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്? അന്നാണ് ഈ കോൺഗ്രസും CPM തമ്മിലുള്ള ധാരണ ഏതാണ്ട് പൂർണ്ണമായും തെറ്റിയത്. അപ്പോൾ അന്ന് EDയെ കുറ്റപ്പെടുത്തി, ED എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല, ED ഒരു വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നു എന്നൊക്കെ രീതിയിൽ പറഞ്ഞ രാഹുൽ ഗാന്ധി തന്നെ ഇപ്പോൾ ഏതാണ്ട് ഒരു കുഴിയിൽ വീണ അവസ്ഥയാണ്. കാരണം അതേ ED തന്നെയാണ് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലെത്തിച്ചത്, ഒപ്പം റോബർട്ട് വാദ്രയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യം ഒരു കാരണവശാലും കോൺഗ്രസിനെ പിന്തുണയ്ക്കേണ്ട എന്ന് നിലപാട് സ്വീകരിച്ചതും. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ആരാ ഇപ്പോഴും സംശയമാണ്. നമ്മൾ നേരത്തെ വിചാരിച്ചു രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ ഒക്കെ കൂട്ടത്തിൽ വന്നു, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവായും മാറി, അതുകൊണ്ട് ഇവരെല്ലാം ഒന്നിച്ചു നിൽക്കും. അങ്ങനെയൊന്നുമില്ല. മമതാ ബാനർജിയാണ് നമ്മൾ കണ്ട മറ്റൊരു നേതാവ്. അവർ ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. സ്റ്റാലിൻ ഇതിനെക്കുറിച്ച് അനങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ ഒരു പ്രസ്താവന ഇറക്കാൻ പോലും തയ്യാറാകാത്ത ഇന്ത്യ മുന്നണി കോൺഗ്രസിനെ കൈവിട്ടുപോയാൽ ഈ ദേശീയ നേതൃത്വം ആകെ തകർന്നു പോകും. അപ്പോൾ കോൺഗ്രസിനെ നയിക്കാൻ ഇനി ആരാം? ഇത്രയും നാൾ ഖാർഗെ ഉണ്ടെന്ന് നമ്മൾ കരുതി. ഖാർഗെ നിയന്ത്രിക്കുന്ന ആരാ? രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ സോണിയ, പ്രിയങ്ക അടങ്ങുന്ന ഒരു ഗ്യാങ്ങാണ്. അപ്പോൾ ദേശീയ നേതൃത്വം ഒന്നാകെ നാഷണൽ ഹെറാൾഡ് കേസിൽ ഉൾപ്പെടുകയും അവരെല്ലാം തന്നെ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാലോ? അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തകർച്ച ഏതാണ്ട് പൂർണ്ണമാവും. അപ്പോൾ BJP സംബന്ധിച്ചുള്ള അവരുടെ മുദ്രാവാക്യം എന്താ? കോൺഗ്രസ് വിമുക്ത ഭാരതം. ഇതാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുന്നു. അന്ന് കോൺഗ്രസിനെ പരാജയപ്പെടുത്തി. വീണ്ടും 5 വർഷം കഴിഞ്ഞ് 2019 വീണ്ടും കോൺഗ്രസിനെ പരാജയപ്പെടുത്തി. 2024 ആയപ്പോൾ ഇനി ഒരിക്കലും ഉയർന്നു വരാൻ കഴിയാത്ത അത്രയും വലിയൊരു ആഘാതത്തിലേക്ക്, ഒരു കുഴിയിലേക്ക് BJP കോൺഗ്രസിനെ തള്ളിയിടാൻ കഴിഞ്ഞു. അന്ന് കോൺഗ്രസ് എന്താ പറഞ്ഞത്? ഞങ്ങൾ തിരിച്ചു വരും, ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്, രാഹുൽ ഗാന്ധി എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രമല്ല, വിവിധ സ്റ്റേറ്റുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിലും ഈ ഇന്ത്യ മുന്നണിയിലെ അഭിപ്രായ അനൈക്യം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കൾ എന്ന് പറയാവുന്ന സോണിയയും പ്രിയങ്കയും രാഹുലും ഈ കേസിൽ പൂർണ്ണമായിട്ട് അകപ്പെടുന്നു. ഒപ്പം പ്രിയങ്കയുടെ ഭർത്താവായ വാദ്രയെ പലതവണയായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നു. ഇടയ്ക്ക് വാദ്ര പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ വരാം, കോൺഗ്രസിനൊപ്പം നിൽക്കാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, പെട്ടുപോയ കോൺഗ്രസിൻ്റെ തലയിൽ വീണ്ടും ഒരു ഇടുത്തി പോലെ ഇനി റോബർട്ട് വാദ്രയും കൂടെ വരുന്ന അവസ്ഥയെന്ന് ചിന്തിച്ചു നോക്കി. അതെ, തീർച്ചയായിട്ടും. റോബർട്ട് വാദ്ര പറയുന്നത് കോൺഗ്രസ് ആഗ്രഹിച്ചാൽ, കഴിഞ്ഞ തവണയും അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അപ്പോൾ കോൺഗ്രസ് ആഗ്രഹിച്ചില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. ഇനി കോൺഗ്രസ് ആഗ്രഹിച്ചാൽ ഞാൻ വരാമെന്ന് അദ്ദേഹം വീണ്ടും പറയുന്നു. ഇതിൽ ഒന്നാമത്തെ കാരണം എന്തെന്ന് പറഞ്ഞാൽ, രാഹുൽ ഗാന്ധിയെ കൊണ്ട് കോൺഗ്രസിനെ നയിക്കാൻ കഴിയില്ല എന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് തന്നെ മനസ്സിലായ കാര്യമാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു. ഇപ്പോൾ റോബർട്ട് വാദ്ര വന്നാൽ വീണ്ടും അത്, കാരണം റോബർട്ട് വാദ്രയെ കുറിച്ച് അനേകം ആരോപണങ്ങളും ആക്ഷേപങ്ങളും നിലനിൽക്കെ ഇനിയും കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു പദവിയിലേക്ക് റോബർട്ട് വാദ്രയെ കൊണ്ടുവന്നാൽ അത് വലിയ കുരിശാകുമെന്ന് കോൺഗ്രസ് വഹിക്കുന്നു. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം, ആം ആദ്മി നേതാക്കൾ ഇന്ത്യ മുന്നണിയിലുള്ളവരാണ്. ഇവർക്കെതിരെ കേസ് വന്നപ്പോഴോ കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തപ്പോഴോ ഒന്നും കോൺഗ്രസ് ഇവിടെ ശബ്ദിച്ചിട്ടില്ല. അതുപോലെ കേരളത്തിൽ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ED പിണറായി വിജയനെ പിടിക്കണമെന്ന് പറഞ്ഞപ്പോഴും ഇന്ത്യ മുന്നണിയിലെ ഉൾപ്പെടുന്ന കോൺഗ്രസ് ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും കോൺഗ്രസിനൊരു പ്രശ്നം വരുമ്പോൾ മിണ്ടേണ്ടതിന്റെ ആവശ്യകത ഇല്ല എന്ന് പറഞ്ഞ് CPM DMKയും ആം ആദ്മിയും ഒക്കെ മൗനത്തിലാണ്. ഞങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ മിണ്ടാത്തവരുടെ കാര്യത്തിൽ ഞങ്ങൾ എന്തിനാണ് മിണ്ടുന്നത് എന്നുള്ളതാണ്. ഇത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് സിനിജി, കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസ്സുകാർ പോലും വാതുറക്കുന്നില്ല എല്ലാവരും. കാരണം ആരെങ്കിലും പേര് പറഞ്ഞാൽ അവർക്കെതിരെ ED അന്വേഷണം വരുമോ എന്നുള്ള പേടിയുണ്ട്.
പക്ഷേ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒറ്റ ആളേ ഉള്ളൂ കേരളത്തിൽ, സ്മൃതി പരുത്തിക്കാട്. അങ്ങനെ പറഞ്ഞത് സീരിയസ്ലി ഞാൻ ഇന്നലെ സ്മൃതി പരുത്തിക്കാടിന്റെ ഒരു ചർച്ച കാണാനിടയായി. ചർച്ച കണ്ടിട്ട് യുവരാജ് ഗോകുലിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അങ്ങ് ഘോരമായി വാദിക്കുകയാണ്. രാഹുൽ ഗാന്ധി വരുന്ന ഹെലികോപ്റ്റർ പരിശോധിക്കുന്നു, രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നു, ഏതൊക്കെ ഭരണപക്ഷത്തിരിക്കുന്ന നേതാക്കളെ നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. അതായത് സോണിയാഗാന്ധി സംസാരിക്കുന്നില്ല, പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നില്ല, KC വേണുഗോപാൽ മിണ്ടുന്നില്ല, VD സതീശൻ മിണ്ടുന്നില്ല, റോബർട്ട് വദ്ര മിണ്ടുന്നില്ല. പക്ഷേ സ്മൃതി പരുത്തിക്കാട് സംസാരിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി, ഒരു മാധ്യമത്തിൽ ഇരുന്നുണ്ട്. അപ്പോൾ ചില മാധ്യമ പ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിനൊപ്പമുള്ളതും കോൺഗ്രസ് തിരിച്ചു വരണം, കുഴിയിൽ നിന്ന് അഗാധമായ കുഴിയിലേക്ക് പോയ കോൺഗ്രസ് ആ കുഴിയിൽ നിന്ന് ഒരു കച്ചത്തുരുമ്പെങ്കിലും കെട്ടി പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് മാധ്യമ പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. കോൺഗ്രസിനകത്തുള്ളവർ പോലും ചിന്തിക്കുന്നില്ല. കാരണം നയിക്കാൻ ഒരാളില്ല, നിയന്ത്രിക്കാൻ ഒരാളില്ല. വല്ലപ്പോഴും ഇരുന്ന് ഗാർഗെ എന്തെങ്കിലും മിണ്ടുന്നത് മാത്രം. അതും ഈ ജോലി ചെയ്യാത്തവരൊക്കെ കോൺഗ്രസിന് പുറത്തു പോകുമെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്കയൊക്കെ അപ്പം ഇറങ്ങി പോവേണ്ട അവസ്ഥ. ഇപ്പോൾ കോൺഗ്രസ് ആകെക്കൂടി വെട്ടിലാകുന്ന അവസ്ഥയിലാണ്. കാരണം ഒരു കുടുംബം മൊത്തം EDയുടെ കൈപ്പിടിയിലാണ്. ED കൊണ്ടുപോയേക്കാണ് ഒരു കുടുംബത്തെ മുഴുവൻ. അത് വെറുതെ ചോദ്യം ചെയ്യാനല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സോണിയാഗാന്ധി 1-ാം പ്രതി, രാഹുൽ ഗാന്ധി 2-ാം പ്രതിയുമാക്കിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. വദ്രയുടെ കേസിലും അങ്ങനെ തന്നെയാണ്. ഏകദേശം 6061 കോടി എങ്ങാണ്ട് കള്ളപ്പണമിടപാടുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാ തെളിവുകളും EDയുടെ കയ്യിലുണ്ട്. പിന്നെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. ED BJPയുടെ കയ്യിലെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു, BJPയുടെ കളിപ്പാവകളായി ED പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയാം. പക്ഷെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തല്ലേ പറ്റൂ. ശരിക്കും ഓരോ സംസ്ഥാനത്തും കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ നമുക്കറിയാം ഉത്തർപ്രദേശിൽ എടുക്കുന്ന നിലപാടല്ല ഗുജറാത്തിലേക്ക് വരുമ്പോൾ, അതല്ല ഡൽഹിയിൽ വരുമ്പോൾ. ഡൽഹിയിലെ കാര്യം നമുക്കറിയാലോ, ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന കെജ്രിവാളിൻ്റെ പാർട്ടി, ആ പാർട്ടി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ പരാജയമായി. അപ്പോൾ കോൺഗ്രസ് ചോദിച്ച സീറ്റുകൾ പോലും അന്ന് AAP നൽകിയില്ല. ഈ പരാജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് BJP ആണെന്ന് നമ്മൾ കരുതി. BJP വീണ്ടും സർക്കാർ ഉണ്ടാക്കി എന്ന് കരുതി. പക്ഷേ സന്തോഷിച്ചത് കോൺഗ്രസ്സുകാരാ. അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടെന്ന് ആലോചിച്ച് നോക്കി. ഒരു കാലത്ത് ഇന്ദ്രപ്രസ്ഥം ഭരിച്ചിരുന്ന, ഇന്ദ്രപ്രസ്ഥം അടക്കി വാണിരുന്ന ഒരു പാർട്ടി തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന സഖ്യകക്ഷി തോറ്റപ്പോൾ വലിയ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ വർഷങ്ങളോളം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിക്ക് ഇന്ന് ഒരു സംസ്ഥാനത്ത് പോലും വേണ്ട രീതിയിലുള്ള അഡ്രസ്സ് കിട്ടുന്നില്ല എങ്കിൽ ആ പാർട്ടി, അതിൻ്റെ നേതൃത്വം സ്വയം കുഴി തോണ്ടിയതല്ലേ? എന്ന് പറഞ്ഞാൽ കുടുംബാധിപത്യം, കുടുംബവാഴ്ച തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. നേരത്തെ തന്നെ ശശി തരൂർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചു. അന്ന് ശശി തരൂരിനെതിരെ എല്ലാവരും വാളെടുത്തു. എന്തിന്? ഖാർഗെക്കെതിരെ, കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ കുടുംബത്തിൻ്റെ സ്ഥാനാർത്ഥിയായ ഖാർഗെക്കെതിരെ വളരെ ധൈര്യപൂർവ്വം മത്സരിക്കാൻ വന്ന ആളാണ് നമ്മുടെ ശശി തരൂർ. ആ ശശി തരൂർ എടുക്കുന്ന നിലപാടുകൾ പലതും ശരിയാണെന്ന് കോൺഗ്രസിൽ പല ആളുകൾക്കും അറിയാം. പക്ഷേ ഇതിൻ്റെ കടിഞ്ഞാൺ എന്ന് പറയുന്നത്, അല്ലെ ദേശീയ നേതൃത്വത്തിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് സോണിയയുടെ കയ്യിലാണ്, അല്ലെ രാഹുലിൻ്റെ കയ്യിലാണ്. അവരെ വെറുപ്പിച്ചുകൊണ്ട്, അവരെ പിണക്കിക്കൊണ്ട് ഒരാൾക്കും വളരാൻ കഴിയില്ല. അപ്പോൾ ശശി തരൂരിനെ അനുകൂലിക്കുന്ന ആൾക്കാർ, ഈ ഗാന്ധി കുടുംബത്തെ അംഗീകരിക്കാത്ത ആൾക്കാർ, അങ്ങനെ ഒരു വലിയ നേതൃനിര സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിലുമൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്കാർക്കും മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അനുഗ്രഹം എന്ന നിലയിൽ ഇവിടെ നാഷണൽ ഹെറാൾഡ് കേസ് വന്നു വീഴുന്നത്. ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയും രാഹുലും പങ്കാളിയായി, ഓക്കെ, അത് മനസ്സിലായി. പക്ഷേ അവരുടെ കൂടെ കൂട്ടുപ്രതിയായിട്ട് വരുന്ന ആരാ? റോബർട്ട് വാദ്ര. ഈ റോബർട്ട് വാദ്രയെ കൂട്ടുപിടിച്ചാൽ കഴിഞ്ഞ ലോക്സഭയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്നിട്ട് പല നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട് വാദ്രയെ മാറ്റി നിർത്തിയിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ അമേത്തിയിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലി പോലെയുള്ള മണ്ഡലത്തിലോ ഒക്കെ ഈ വാദ്ര മത്സരിക്കാൻ തയ്യാറാണ്. അപ്പോൾ പ്രിയങ്കയ്ക്ക് പകരം ഞാൻ മത്സരിക്കാമെന്ന് വരെ പറഞ്ഞ റോബർട്ട് വാദ്രയെ ഒടുവിൽ പ്രിയങ്കയ്ക്കും സോണിയയ്ക്കും രാഹുലിനും ഒക്കെ സംരക്ഷിക്കേണ്ട ഒരു ഗതികേടുണ്ടാകുന്നു. അപ്പോൾ ഈ കൂട്ടുകച്ചവടത്തിൻ്റെ അവസ്ഥ, ഈ കൂട്ടുകച്ചവടത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇത് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കുന്നു. അപ്പോൾ കോൺഗ്രസിനെ സ്നേഹിച്ചിരുന്ന, കോൺഗ്രസിനെ മനസ്സിൽ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ സമൂഹമുണ്ടായിരുന്നു. അവർക്ക് മുന്നിലാണ് ഈ നാഷണൽ ഹെറാൾഡ് കേസ് വരുന്നത്. അപ്പോൾ എത്ര കോടി രൂപയുടെ അഴിമതി, ഈ പണം ആർക്ക് വേണ്ടി ചെലവഴിച്ചു? അപ്പോൾ ഇത്രയും നാൾ മൻമോഹൻ സിംഗിനെ പോലെയുള്ള ഒരു പ്രധാനമന്ത്രിയെ വെച്ച് ഈ രാജ്യം ഭരിച്ചത് ഈ ഇറ്റലിക്കാരിയാണ് എന്നുള്ള ആക്ഷേപമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ BJP വളരെ കൃത്യമായിട്ട് കരുക്കൾ നീക്കി. അപ്പോൾ ദേശീയ നേതൃത്വത്തെ എങ്ങനെ തകർക്കാമെന്നാണ് കോൺഗ്രസ്, ഈ BJP നേതൃത്വം ചിന്തിച്ചത്. ആ കുഴിയിലേക്ക് ചെന്ന് കോൺഗ്രസ് വീഴുകയാണ്. ഇനി ഇവർക്ക് ഇതിനകത്തുനിന്ന് പുറത്ത് കടക്കണമെങ്കിൽ അതിന് കൃത്യമായ പ്രതിരോധം ഒരുക്കേണ്ടി വരും. അപ്പോൾ ED BJPയുടെ കയ്യിലെ പാവയാണെന്ന് പറഞ്ഞിട്ട് അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാനോ കഴിയില്ല. കാരണം കൃത്യമായ തെളിവുകളുടെ, കൃത്യമായ എവിഡൻസ് നിരത്തി വെച്ച് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അതിനെ നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ തെളിവുകളെല്ലാം കൃത്യമായിട്ട് നിരത്തി വെച്ച് കഴിഞ്ഞാൽ അന്തിമമായി സംഭവിക്കാൻ പോകുന്നത്
സോണിയയും രാഹുലും ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം റോബർട്ട് വദ്രയെ ജയിലിലേക്ക് അടയ്ക്കണമെങ്കിൽ ഇവരെയും പിടികൊണ്ടല്ലോ. അങ്ങനെ പോയാൽ കോൺഗ്രസ് നേതൃത്വം തകരും. ഇത് മുൻകൂട്ടി ഇന്ത്യ മുന്നണി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് DMK ഉൾപ്പെടെയുള്ള ഒരു പാർട്ടികളും ഇപ്പൊ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാത്തത്. തകർച്ചയായിരിക്കില്ലേ? തകർച്ച പൂർണ്ണമായും കോൺഗ്രസ് തകർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നയിക്കേണ്ടവരെല്ലാം EDയുടെ പിന്നെ കൈക്കുള്ളിലാകുമ്പോൾ എങ്ങനെയാണ് KCയെ പോലുള്ളവർ ഇവിടെ നിന്ന് എന്ത് കാണിച്ചിട്ട് എന്ത് കാര്യം? കോൺഗ്രസ് തകർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.